ഞങ്ങളുടെ വഴിയൊക്കെ നോക്ക്, പാർക്കല്ലൊക്കെ വീണ് ഇങ്ങനെ മൂക്കിയാണ് ഓടും. ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് എപ്പോഴും ഇല്ല കുറച്ച് ഭംഗിയിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ എവിടേക്കെന്ന് അറിയാൻ പോണത്, ഷോപ്പിംഗ് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ പോകാമെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ സമയം 10 മണി. എന്നിട്ട് ഈ മഴ നിൽക്കുന്നില്ല, ചാറാണ്. വേണ്ട, ഈ ചാറിലാണ് നിൽക്കുന്നത്. എൻ്റെ അനിയനാണെങ്കിൽ കൊടയെടുത്ത് പോയി. അപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയണ്ടേ, ഫുള്ളും മഞ്ഞ്, ഫുള്ളും മഴ, ഫുള്ളും മല. ഓക്കെ, അപ്പോൾ എന്നാൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിംഗ് പോവാണ്. എന്തിനാണ് ഇപ്പോൾ ഷോപ്പിംഗ് പോകണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞങ്ങളുടെ നേപ്പാളിൽ ഇപ്പോൾ വന്നിട്ട് ഒരു ആഘോഷം, നമ്മൾ ഓണം, വിഷു വരെ, അതേപോലെ ഞങ്ങളവിടെ തീജ് എന്ന് പറയുന്നു. തീജ് മീൻസ് ഓൺലി ലേഡീസ് മാത്രം, അവരുടെ ഡേ എന്ന് പറയാം. റെഡ് കളർ സാരി ഇട്ടിട്ട്, റെഡ് കളർ വള, മാല ഒക്കെ ഇട്ടിട്ട് ഒരു ഡാൻസ്, പാട്ട്, അവർക്ക് ഒരു ദിവസം ഫുൾ റെസ്റ്റ് എന്ന് പറയാം. എങ്ങനെ പറയാം, ആ ദിവസം ലേഡീസിൻ്റെ ഡേ. ആ ദിവസം പണി ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഫുൾ എൻജോയ്മെൻറ്റ്, അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫങ്ഷൻ വരികയാണ് 4 ദിവസം കഴിഞ്ഞിട്ട്. അതിന് വേണ്ടി ഓൾറെഡി എൻ്റെ കസിൻസൊക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവർ സാരി ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാരി എടുക്കാൻ വേണ്ടി ഞാനും പിന്നെ അനിയൻ്റെ ഭാര്യമാരും ചേച്ചി അങ്ങനെ അവർ അവിടെ നിന്ന് വരും, ഞാൻ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മഴ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാം. സാരി എടുക്കണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ബ്ലൗസ് ഒന്നുമില്ല. ബ്ലൗസിന് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഇതിൽ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കേണ്ടി വരും. നല്ല കേട്ടു, റെഡിമെയ്ഡ് സാരി വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സോറി, റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ റെഡിമെയ്ഡ് ബ്ലൗസിന് ഇവിടുത്തെ 1000 റുപ്പീസ് ആവും. ഇവിടുത്തെ 1000 റുപ്പീസ് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 600 റുപ്പീസ് 700 റുപ്പീസ് ആവും. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോയി ഞാൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കത്തുന്നു പറഞ്ഞിട്ട് മഴ. ഒരു കാര്യം അറിയോ, ഇത് പനിയാണ്, എന്നിട്ട് മഴ നനഞ്ഞു കൊണ്ട് പോവാണ്. പനിയാണ്, പാരസെറ്റമോൾ കഴിച്ച് പോവാണ്. പനി മീൻസ് വലിയ പനിയല്ല, ലൈറ്റ് പനിയുണ്ട്. ഞാൻ കുറച്ച് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ പോവാണ്, ഞാൻ കാണിച്ചിട്ട് അവർ പോണത്. ഞാൻ ബാക്കിലായി പോയി ഓടണം. കാകോയോ ഷെയ്ക്കാകും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാ കണ്ടില്ലേ, അവരവിടെ എത്തി. ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പകുതി വഴി എത്തിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററാണിത്, മൂക്കിയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഇന്ന് ഷോപ്പിംഗ് പോകാൻ കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് ആൾക്കാർ എന്നെ പേടിച്ച് ഓടും, കാരണം അത്രയും ആൾക്കാർ. നോക്കൂ, മൊത്തം 6 പേരുണ്ട്. 6 പേര് ഷോപ്പിംഗ് പോകും. എൻ്റെ ചേച്ചി ഓൾറെഡി ഷോപ്പിംഗ് ചെയ്തു. എന്നിട്ട് അവൾ പറയാണ്, നിങ്ങളുടെ കൂടെ ഞാൻ വെറുതെ വരുന്നത് കാരണം ആൾക്കാർ വിചാരിക്കും ഞാനും ഡെയിലി ഷോപ്പിംഗ് ചെയ്യാണെന്ന്. വണ്ടി വരുന്നു. ഓക്കെ, നോക്കൂ വണ്ടിയിൽ എങ്ങനെ ആൾക്കാർ പോകണം, കണ്ടില്ലേ? ഓ മൈ ഗോഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ഉണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാൻ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്താണെന്നറിയില്ല, സ്പീഡ് സംസാരിച്ച് ശീലിച്ചുള്ളത് കാരണം ഉണ്ടല്ലോ, ഒരു വാക്ക് എൻ്റെ മനസ്സ് ഞാൻ ഫിനിഷ് ചെയ്തെന്ന് വിചാരിക്കും, പക്ഷെ കേൾക്കുന്ന ആൾക്കാർ എന്താ ഫിനിഷ് ചെയ്യാത്തെന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ, സ്പീഡ് കൂടുതൽ കാരണം. ഓക്കെ നമുക്ക് സയ്യോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോണ വഴികൾ, കണ്ടില്ലേ? ഞങ്ങൾ ഭിംഗ്രി ബജാർ ജാനയോരേ, ഷോപ്പിംഗ് ജാനയോരേ. ഇതുണ്ടല്ലേ, ഫുള്ളും മഴയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെ മഴയത്ത് ഷോപ്പിംഗ് പോകുമോ? പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു ഫംഗ്ഷനിൽ നമുക്കൊരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ വരുമ്പോൾ നമ്മൾ എത്ര കൊടൂര മഴയാണെങ്കിൽ നമ്മൾ ഒന്ന് ഷോപ്പിംഗ് ചെയ്യൂലേ. നോക്ക്, നല്ല വ്യൂ ആണ്ടത്. രാവിലെ 10:30-11 മണിയായി ഞാൻ നടന്ന് എത്തിയിട്ട്. 11 പോച്ചേനാ എൻ്റെ ബ്രദറ്, ആ ഫ്രണ്ടിൽ നിഷക്കുട്ടി പോകുന്നുണ്ട്, പിന്നെ സബീനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ നടന്നു പോകണോ, ഇടുക്കി കൂടെ നടന്നു പോകണം. കണ്ടില്ലേ, നമുക്കിവിടെ നല്ല റോഡേ ഇല്ല. നമ്മുടെ ബാട്ടേച്ചനേനാ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോണ വഴി. കണ്ടില്ലേ എങ്ങനെ ഡിഫിക്കൽട്ടീസ്. ഉരുണ്ട് വീണ നേരെ പോണത് പുഴേൻ്റെ ഉള്ളിലാണ്. കണ്ടില്ലേ, നമുക്ക് വെള്ളത്തിൻ്റെ സ്പീഡ് കണ്ട് എങ്ങനെ ഉണ്ടെന്ന്. ഏനാ ചെറുതായി സ്ലിപ്പായ വീണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ. നേരത്തെ കൊസേനാ ഇതിനേക്കാളും വലുത് വരും.
ഞങ്ങളുടെ വഴിയൊക്കെ നോക്ക്, പാറക്കല്ലൊക്കെ വീണ് ഇങ്ങനെ ഇരിക്കുന്നത് നോക്ക്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് പോണത്, ഞങ്ങളുടെ തീജ് ഷോപ്പിങ്ങിനോ. തീജ് അല്ല ചാരേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി ഫുള്ളായിട്ടില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് എപ്പോഴും നമ്മളവിടെ പറയുമ്പോൾ ഫുൾ ഓട്ടോയിൽ കയറിയില്ലേ, ഒരു 4 പേരുണ്ടെങ്കിൽ 4 പേര് കൊണ്ട്. പക്ഷേ ഇവിടുത്തെ ടാക്സി അങ്ങനെയല്ല, ഒരു വണ്ടി എന്ന് പറഞ്ഞ് ഫുള്ളാവണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു സീറ്റിൽ 3 പേരുണ്ടല്ലേ, അതിൽ ബാക്ക് സീറ്റിൽ ഒരു 4-5 പേര് വേണം. അപ്പോഴാണ് നമ്മുടെ വണ്ടി എടുക്കുള്ളൂ. ഫ്രണ്ടിൽ 2 പേര് 3 പേര് ഇരിക്കണം, അപ്പോഴേ വണ്ടി എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏകദേശം തന്നെ 6 പേരുണ്ട് ഫുള്ളായി. എന്നാൽ ബാക്ക് കുറച്ച് എംപ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഫുള്ളായാലും നമുക്ക് അവിടെ കൊണ്ടുപോകുള്ളൂ. ഓക്കെ, വെയിറ്റ് ചെയ്യണം. നല്ല മഴയുണ്ട്, ചൂടുണ്ട്. നോക്കൂ അല്ലേ, മഴത്തുള്ളിലൂടെ. അങ്ങനെ ഞങ്ങളുടെ വാഹനം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വാഹനത്തെ കുറിച്ച് പ്രത്യേകത പറയുമ്പോൾ, ഞങ്ങളുടെ വാഹനത്തിൽ ഏകദേശം 20 പേരുണ്ടാവും. ഒരു ചെറിയൊരു മിനി വാഹനമാണ്. ഈ വാഹനത്തിൽ എത്ര പേരുണ്ട് ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ പോകുന്ന വഴികൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കി എന്ത് ഭംഗിയാണെന്ന്. മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ പാട്ടും വെച്ചിട്ട്. നോക്ക്, ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കാണിച്ചു തരാം. ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? 5 പേര് ഫ്രണ്ടില്, ഞങ്ങളുടെ സീറ്റില് 2, 4, 6 പേര് ഞങ്ങളുടെ സീറ്റില്, ബാക്കില് 5 പേരുണ്ടില്ലേ. ഫുൾ ഫില്ലാണ് ഞങ്ങളുടെ വണ്ടി. എന്നാലും ഞങ്ങൾ ചെറിയ ഗ്യാപ്പ് കണ്ടുപിടിച്ച് ഞങ്ങൾ ആൾക്കാർ വീണ്ടും കയറ്റും. അതാണ് ഞങ്ങളുടെ വണ്ടിയുടെ പ്രത്യേകത. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഭിങ്കരിയിൽ എത്തിയിട്ടുണ്ട്. 2-3 കടകളിൽ കയറി, ഒന്നും ഇഷ്ടമായിട്ടില്ല. അത് നല്ല മഴയുണ്ട്, കോടയൊക്കെ വെച്ച് നടക്കുകയാണിത്. ഇനിയിപ്പോൾ വീണ്ടും 2-3 കട കയറാൻ നിൽക്കുന്നുണ്ട്. നല്ല വില ഇവിടെ. അതല്ല, സാരി ഒന്നും നന്നായിട്ടേ ഇല്ല, ചപ്പ ഡിസൈൻ, നല്ല ഡിസൈനേ ഇല്ല. നല്ല ഡിസൈനെ വേണ്ടിയിട്ട് ഒരു 3 കട കയറി ഇഷ്ടമായില്ല. ഇപ്പോൾ വേറൊരു കട കയറാണ്. तेज को शॉपिंग करने കടയിൽ കയറണ്ടേ, ഒരേ ഡിസ്കഷൻ. ഇത്രയും പെണ്ണുങ്ങളിൽ ഒരേ ഒരാണ്. അപ്പം അവന് ബോറടിച്ചിട്ടിരിക്കുന്നു. ഇത് കണ്ടില്ല ഒരു സാരി, ഇത് 2500 രൂപന്ന്. നമ്മുടെ അവിടെ ഇന്ത്യൻ മണി നമുക്ക് അവിടെയാണെങ്കിൽ ജസ്റ്റ് 800 രൂപ 750 രൂപ കിട്ടുമെന്നാണ് എനിക്കൊരു തോന്നല്. അതിൻ്റെ വേർത്തുള്ളൂ. കൂടിപ്പോയി 800, 1000 രൂപ കൂടെ വരില്ല. പക്ഷേ 2500 രൂപ പറയുന്ന അവിടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ കാണാൻ. ഈ ഡ്രസ്സ്, എല്ലാ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുട്ടികളിടുന്ന ഡ്രസ്സാണത്. ഇത് കുറച്ചും കൂടി വേനൽക്കാലത്ത് നന്നായിട്ടുണ്ടോ. ഭയങ്കര തിരക്ക്. ഇതാണ് കടാട്ടാ. നമ്മള് 1000 രൂപയുടെ സാരിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിവിടെ ഫുൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തന്നെ 2500, 2000, 1500. പക്ഷെ അതിനുള്ള വേർത്തില്ല ഗായ്സ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു സാരിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് 1300 ആണത്തെ. പക്ഷേ ഇത് 1000 രൂപയ്ക്ക് തരാന്ന് പറയുന്നുണ്ട്. നോക്കൂ, ഫുള്ളും തിരക്കുകയാണ്. തിരക്ക്. ഞങ്ങൾ ആദ്യത്തെ കടയിൽ കയറി. ആദ്യത്തല്ല, 3 റൗണ്ട് കഴിഞ്ഞിട്ട് വേറൊരു കടയിലാണ് നിങ്ങൾക്ക്
ഞങ്ങൾ കയറിയ കടയിലുണ്ടല്ലോ നല്ല വില ഒന്നാമത്തെ, പിന്നെ അവരുടെ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്ന വിധം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഞങ്ങൾ പുറത്ത് വന്ന് വേറെ കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് സാരിക്ക് 1250 രൂപയാണ്. നിങ്ങൾ 4 പേര് എടുക്കുകയാണെങ്കിൽ 1000 രൂപ തരാൻ വന്നിട്ടുണ്ട്. അതിന്ന് കുറച്ച് ഞങ്ങൾക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോണ്ട് നോക്കുകയാണ്. അതിൻ്റെ ലാംഗ്വേജ് കൊണ്ട് ഇപ്പോൾ ചിരിക്കുന്നത് ഞാൻ ക്യാമറ ഞാൻ കൺസിഡർ किनपे हाँसेको तपाईँ युट्युबमा हालिदिन्छु तपाईँले सबै युट्युबमा हालिदिन्छु तपाईँले हेर्नु ल. ഇതാണ് ഞങ്ങൾ കയറിയ കട. കുഴപ്പമില്ല. തമിഴിന മലയാളം മലയാളം ലാംഗ്വേജ് തമിഴിന தமிழ் மணிக்கு அறக்கோ என்ன சாப்பிட்டீங்களா സൗഖ്യമാ നിങ്ങ തെയ്യോ തമിഴ് വനക്കോ ഭക്ഷണം കഴിച്ചോ സുഖാണോ തെയ്യോ മലയാളം सुन्नु आछ मलयालम मलयालम भनेको एक जग्गामा एक ലാംഗ്വേജ് ഓ ആണോ 15 വർഷം ഇരുന്നാണ് ഇവരുണ്ടല്ലോ എല്ലാ കടകളും കേറി 1000 रुपए 1000 രൂപ സാരിന്ന്. എന്റെ അനിയൻ അവിടെ നിന്ന് പ്രാന്താണ്. तिमर भन न म के भन्ने सबैले नै स्लिम नर्तन ओरायो ഇനിയും ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞില്ല എടുക്കണോ വേണ്ടിയെന്ന്. 10 കട കയറിയാൽ ഇവരെടുക്കില്ല നോക്കി. ഈ ഒരു ബ്ലൗസ് നോക്കിയതാണ് സിലാനൊക്കെ. ഈ ഒരു ബ്ലൗസ് ഉണ്ട് റെഡിമെയ്ഡ്. അതുപോലെ ഇതുണ്ട് ബ്ലൗസ്. ഞങ്ങൾ ഇതാണ്ട് സാരി എടുത്തത്. ഏതാ ഞാൻ എടുത്ത് പറഞ്ഞു ബോയൊക്കെ. അപ്പൊ അതാണ് ബ്ലൗസ് രണ്ടുണ്ട്. ഈ ഒരു ബ്ലൗസും ഇതൊരു ബ്ലൗസും. ഇത് വലിയുണ്ട് ബ്ലൗസ്. എലാസ്റ്റിക് ആണ്. ഏ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടോ. ബ്ലൗസ് അടിക്കാനും കൊടുത്തു, സാരിയും വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉച്ച സമയം 1 മണിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് വന്നിട്ട് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് കാണുന്നത് എങ്ങനെയുണ്ടെന്ന്. 120 രൂപ കേട്ടോ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ കണ്ടില്ലേ, ഇതാണ് ഫ്രൈഡ് റൈസ്. മിട്ടുച്ചാ ബാഗേ ഇത് 120 രൂപയുണ്ട്. ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ 60 രൂപ തോന്നുന്നു ഫ്രൈഡ് റൈസ്. ഇവിടെ വന്നിട്ട് ഹാഫ് 120ഉം ഫുള്ള് വന്നിട്ട് 320, സോറി 240. ഓക്കെ കണ്ടില്ലേ. ഞാൻ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല. നമ്മുടെ അവിടുത്തെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും നന്നായിട്ടുണ്ട്. മുട്ട, ചിക്കന്, കാപ്സിക്കൻ, പിന്നെ ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കഴിച്ചിട്ട് കാണാം നമുക്ക് ബാക്കി. ഹലോ, അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇടയിൽ തന്നെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതുണ്ട് കുറച്ചായിട്ട്. പക്ഷേ ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു പറഞ്ഞാൽ നല്ല മഴയൊന്നും ഇടയിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാമെന്നില്ല. വേഗം ഷോപ്പിംഗ് ചെയ്തു, വേഗം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഏറ്റവും വലിയ കുടുങ്ങിയതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ്. കാരണം എന്താ പറയുക, എൻ്റെ സാരി വന്നിട്ട് 1250 രൂപയാണ്. അപ്പോൾ നമ്മൾ 3-4 പേരും ഒരേ ടൈപ്പ് സാരി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മളൊരു ഡിസ്കൗണ്ടിൽ 900 റുപ്പീസ് തന്നു കേട്ടോ. ഞാനൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പേരൊരു ദിവസം ഞാൻ വ്ളോഗ് എടുത്ത് കാണിച്ചിട്ട് സാരീൻ്റെ ഒക്കെ. അപ്പോൾ 900 രൂപ സാരി. ഏറ്റവും കുടുങ്ങി എന്ന് പറഞ്ഞാൽ എന്തിനാ അറിയോ, ബ്ലൗസിലാണ് ഞങ്ങളുടെ കാറ്റ് പോയത്. ആക്ച്വലി എൻ്റെ സിസ്റ്റേഴ്സ് വന്നിട്ട് ബ്ലൗസ് ഒന്നൊരു ബേബി പിങ്ക് ടൈപ്പ് എന്തൊരു നെറ്റിൻ്റെ മെറ്റീരിയൽ ബ്ലൗസ് അടിക്കാൻ വേണ്ടി കൊടുത്തത്. അതിന് 1 മീറ്റർ 350 അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ അവർ 350 പ്ലസ് ലൈനിങ് കൂട്ടി ഏകദേശം ഒരു 450 അങ്ങനെ എന്തോ 450 500 എങ്ങനെയാണെന്നോ പറഞ്ഞു. ബ്ലൗസ് ഓൺലി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. മീൻസ് സ്റ്റിച്ച് ചെയ്യാനല്ല, മെറ്റീരിയൽ മാത്രം. സ്റ്റിച്ചിങ് 1000 രൂപ.
ഞങ്ങൾ അന്തം വിട്ടു 1000 രൂപ സ്റ്റിച്ച് ചെയ്യും. നമ്മുടെ അവിടെയൊക്കെ പറയുമ്പോൾ മാക്സിമം ലൈനിങ് വെച്ചിട്ട് 350 കേട്ടോ. മീൻസ് ഞങ്ങളുടെ ഏരിയയിൽ കേട്ടോ, പാലക്കാട് ആ ഏരിയയിൽ പറയുന്നത് ഞാൻ. എനിക്ക് എറണാകുളം അവിടെ കയറി കുറച്ചും കൂടി ആയിരിക്കും. ഞങ്ങൾ ഇരിക്കുന്ന ഏരിയ വന്നിട്ട് ഏകദേശം ലൈനിങ് വെച്ചത് 350 അങ്ങനെ എന്തോ ആണ്. ലൈനിങ് വെക്കാത്തത് നോർമൽ വന്നിട്ട് 250 അങ്ങനെ എന്തോ ആട്ടോ വരുന്നത് ലൈനിങ് വെക്കാത്തത്. അപ്പം ഞങ്ങൾ ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് 450 അങ്ങനെ സ്റ്റിച്ചിങ് 1000 അങ്ങനെ അവരുടെ ഒരു കേസ് അങ്ങനെ. അതേസമയം എൻ്റെ കേസ് പറയുമ്പോൾ ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ജോർജറ്റിൻ്റെ അങ്ങനത്തെ ടൈപ്പ്. വെറും എത്രയാണ് 1 മീറ്റർ വന്നിട്ടുണ്ടല്ലോ 180 രൂപ. നമ്മൾ സാധാരണ ചുരിദാർ അടിക്കില്ല, ഒരു ജോർജറ്റ് മെറ്റീരിയൽ വഴു എന്നുള്ള അങ്ങനത്തെ. അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് നമ്മുടെ ഇവിടെ ഏറ്റവും നല്ലൊരു ലൈനിങ് പറയുമ്പോൾ 40 രൂപ 45 ആണല്ലേ. നമ്മൾ 2 മീറ്റർ വരുമ്പോൾ 80-90 രൂപ. ഞങ്ങളുടെ അവിടെ പറയുമ്പോൾ ലൈനിങ് 1 മീറ്റർ 150 രൂപ. അതാണ് പ്രശ്നം. ഇവിടെ നേപ്പാളിൽ എല്ലാം കോസ്റ്റ്ലിയാണ്. ഞാൻ ഇത് കേട്ട് ഞാൻ എൻ്റെ കേരളത്തിൽ ഞാൻ മിസ് ചെയ്തു. കാരണം അവിടെ ആകുമ്പോൾ ഇത്രയും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിലയൊക്കെ ഇങ്ങനെ എൻ്റെ തല പുകഞ്ഞു. അതുമല്ലാതെ നോർമൽ ബ്ലൗസ് ആയിരിക്കും 1000 രൂപ. എന്നൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം ഞങ്ങളുടെ തീജ് സമയത്ത് ആ സാരിയൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും വിലയുള്ളൂ. അപ്പോൾ ബ്ലൗസ് തന്നെ ഏകദേശം 1500-1600 രൂപയായി ഓൺലി. മിണ്ടാതെ നമ്മൾ ജീൻസ് ടോപ്പ് എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു, ഇത്രയും വരില്ലായിരുന്നു. ഇത് നോക്കുമ്പോൾ സാരിനേക്കാളും സാരിക്ക് വെറും 900 രൂപ, ബ്ലൗസിനുണ്ട് 1500-1600 രൂപ. അതാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഏകദേശം വിചാരിച്ചൊരു 300 രൂപ പോട്ടെ, ഒരു 450 വരെ ഞങ്ങൾ പ്രൈസ് വിചാരിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്. പക്ഷെ 1000 രൂപ പറയുമ്പോൾ ഞങ്ങൾ ആകെ ഷോക്കായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഞാൻ വ്ളോഗ്. അപ്പോൾ പിന്നീട് ദിവസം ഞാൻ ബ്ലൗസ് അടിച്ചത് ഞാൻ കാണിച്ചിട്ടെ എങ്ങനെ ഒരു ഏത് ഡിസൈൻ അടിച്ചിരിക്കുന്നത് നോർമലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ, ഒരു സാരിൻ്റെ ബ്ലൗസൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബൈ.